പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ബേസിക് സയൻസ് എക്സാം ഇനി കുറച്ച് ദിവസം ഉണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ബയോളജിയിൽ ഓരോ ചോദ്യം പോലും മിസ്സാക്കാതെ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 10 മാർക്ക് വളരെ ചെറിയ ഈ സമയം കൊണ്ട് ഈ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് നേടാനുള്ള ഷുവർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പം A+ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആരും മിസ്സാക്കാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ പഠിക്കണം. അപ്പൊ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ. 10 മാർക്ക് നമുക്ക് നേടാൻ റെഡി ആയിട്ടിരുന്നോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പിക്ക് ഔട്ട് ദി ഓർഗാനിസം ദാറ്റ് ആർ റിലേറ്റഡ് ടു കമൻസാലിസം ഫ്രം ദി ഫോളോയിങ് ആൻഡ് റൈറ്റ് ആസ് എ പെയർ. ചുവടെ കൊടുത്തിരിക്കുന്ന ജീവികളിൽ നിന്ന് കമൻസാലിസത്തിന്റെ ഉദാഹരണം കണ്ടെത്തി ജോഡിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ തരത്തിലുള്ള ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് അല്ലെ, അതായത് പലതരത്തിലുള്ള ജീവി ബന്ധങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നിട്ടുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജോഡിയാക്കി തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പേരാക്കി എഴുതണം. അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഏതാണ് കംപ്ലീറ്റ് ആയിട്ട് ചേരുന്നുള്ളത് നോക്കാം. ഇതാ ബട്ടർഫ്ലൈ ഫ്ലവർ ഉണ്ട് അല്ലെ, ബട്ടർഫ്ലൈ ഫ്ലവർ ഉണ്ട്. പക്ഷെ ചോദ്യം എന്താണ്, കമൻസാലിസത്തിന്റെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പല പേരുണ്ട്, പക്ഷെ കമൻസാലിസത്തിന്റെ ആണ് എഴുതേണ്ടത്. അപ്പൊ കമൻസാലിസത്തിന്റെ എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ ആൻസർ വരിക, മറ്റാരുമല്ല നമ്മുടെ മാങ്കോ ട്രീ വാൻഡയാണ്, മാവും മരവാഴയുമാണ്. ഇത് എന്തിനാണ്, കമൻസാലിസിന്റെ ഉദാഹരണമാണ്. അപ്പൊ ഉറപ്പായിട്ട് ഓർത്ത് വെക്കുമല്ലോ. അതുപോലെ ഫ്ലവറും ബട്ടർഫ്ലൈ ആണെങ്കിൽ അതെന്താണ്, മ്യൂച്വലിസം ആണ്. പിന്നെ അതേപോലെ ലൊറാന്തസും ഉണ്ട്, ലൊറാന്തസും മാംഗോ ട്രീ ആണെങ്കിൽ അതെന്താണ്, നമുക്കറിയാം പ്രെഡേഷൻ ആണ് വരിക. അപ്പം കമൻസാലിസിനെയാണ് ചോദിച്ചിരിക്കുന്നത്, അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്, ഓരോ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് എ. ചിത്രത്തിൽ എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇനിയോ ടു വിച്ച് പാർട്ട് ഡസ് ഇറ്റ് ഗ്രോ, അത് എന്തിനു നേരെയാണ് വളരുന്നതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ അറിയാം എന്താണ്, നമ്മുടെ പോളൻ ഗ്രെയിൻ പരാഗരേണു എന്ത് ചെയ്തു, അവിടുന്ന് ആ ജെർമിനേറ്റ് ചെയ്തതാണ് അല്ലെ. അപ്പം ഇവിടെ കാണുന്ന ഈ എ എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. എ എന്താണ്, നമുക്കറിയാം പരാഗ നാളമാണ്, പോളൻ ട്യൂബ് ആണ് അല്ലെ. പോളൻ ഗ്രെയിന് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് അതിൽ നിന്ന് വരുന്നതാണ് ആ കാണുന്നത്. സോ എ എന്ന് പറയുന്നത് എന്താണ്, പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളമാണ്. ഇനി ഇത് എങ്ങോട്ടേക്കാണ് വളരുന്നത്, നമുക്കറിയാം സിഗ്മ സ്റ്റൈൽ ഓവർ എന്ന് നമ്മൾ ഫ്ലവറിന്റെ ഭാഗങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നിന്ന് താഴെ ഓവറിലേക്കാണ് അത് എത്തുന്നത് അല്ലെ. അപ്പൊ ആ ഓവറിലേക്ക് എത്തണമെങ്കിൽ ആ ഓവറിലേക്ക്, അതായത് ഇവിടെ നമ്മുടെ സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ അത് സ്റ്റൈല് വഴി എന്ത് ചെയ്യുന്നു, ഓവറിലേക്ക് എത്തണം. അപ്പം ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്, നമ്മുടെ ഓവറിലേക്കാണ്. ഇറ്റ് ഗ്രോ ടുവേർഡ്സ് ഓവറി, അതും അല്ലെങ്കിൽ അണ്ടാശയത്തിന് നേരെ വളരുവാണ് ചെയ്യുന്നത്. അപ്പം എങ്ങോട്ടേക്കാ വളരണമെന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. കോശങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കോശജാലവും സെൽസും അതുപോലെ ടിഷ്യൂസും പഠിക്കുന്നുണ്ട്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് ഗിവൺ ടിഷ്യൂ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. നൽകിയിരിക്കുന്ന ചിത്രം ഏത് കലയെ സൂചിപ്പിക്കുന്ന അവയുടെ ധർമ്മം ഏതാണെന്ന ചോദ്യം. കലകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ തന്നിരിക്കുന്ന കല ഏതാണ്, ഏതാ, നെർവസ് ടിഷ്യൂ ആണ് അല്ലെ. അപ്പൊ നെർവസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നാഡീ കലയാണ്. നാഡീ കലകളുടെ ധർമ്മം എന്താ, നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രവർത്തനവും നടക്കണമെങ്കിലും നാഡീകോശങ്ങൾ വേണം അല്ലെ. അപ്പം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്, നാഡീ കലകളാണ്. അപ്പൊ എല്ലാ കലകളും അവയുടെ ധർമ്മം പഠിക്കണം. ആനിമൽ ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും, സസ്യ കലകളും അതുപോലെ തന്നെ ജന്തു കലകളും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. റീഅറേഞ്ച് ബി ആൻഡ് സി കോളം ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. തന്നിട്ടുള്ള ഒരു ടേബിൾ ആണ്. നമ്മൾ പലതരത്തിലുള്ള ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അത് തമ്മിലുള്ള മാച്ച് ഫോളോയിങ് അത് കറക്റ്റ് ആയിട്ട് അങ്ങ് മാച്ച് ചെയ്താൽ മതി. നോക്കാം. ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ്. അതുപോലെ തന്നെ പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് എലോങ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എൻ ഏരിയ. ഏരിയസ് റിച്ച് ഇൻ എൻഡമിക് സ്പീഷീസ് ബട്ട് ഫേസിംഗ് ത്രെറ്റ് ടു ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. അപ്പം 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ, അതുപോലെ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ചരിത്ര സ്മാരകങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നു. 3ാമത്തേതോ തദ്ദേശീയ സ്പീഷീസുകൾ ധാരാളമായി ഉള്ളതും ആവാസനാശം ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖല. അപ്പം ഓരോന്നും തന്നിട്ടുണ്ട്, അതിന് ഉദാഹരണങ്ങളും ഉണ്ട്, അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതുമുണ്ട്. അപ്പൊ ഏതാണ് കറക്റ്റ് വരിക, നമുക്കറിയാം ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ് അല്ലെ. ജനവാസ കേന്ദ്രങ്ങളിലെ പരിസ്ഥിതി പ്രാധാന്യമുള്ളവയാണ് എന്ത്, കമ്മ്യൂണിറ്റി റിസർവ്. അത് കാണുന്ന കടലുണ്ടി ഒരു എക്സാമ്പിൾ ആണ്. ഇനി
പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ്സ് അലോങ് വിത്ത് ദാറ്റ്. ഏതാണ്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ചരിത്ര സ്മാരകങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ നാഷണൽ പാർക്ക്. അതുപോലെ സൈലന്റ് വാലി ആണ് ഉദാഹരണം വരുന്നത്. പിന്നെ ലാസ്റ്റ് ഏതാണ്? ഏരിയസ് റിച്ച് ഇൻ എൻഡമിക് സ്പീഷീസ് ആണ്. എൻഡമിക് സ്പീഷീസ് കൂടുതൽ വരുന്നതാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് നമ്മൾ പറയുന്നത്. അതിന് പ്രധാന എക്സാമ്പിൾ ആണ് വടക്ക് കിഴക്കൻ ഹിമാലയം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ടേബിൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം എല്ലാ തരത്തിലുള്ള ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ, അതുപോലെ നാഷണൽ പാർക്കുകൾ, ഇതെല്ലാം പഠിക്കണം. അതിന്റെ കൂടെ ഉദാഹരണങ്ങളും പഠിച്ചു തന്നെ പോകണം. ഇതുപോലെ ടേബിൾ ആക്കി തന്നെ നോട്ട്സ് വെക്കാം. നമ്മുടെ ലൈവിലൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കും കേട്ടോ. ഇനി അടുത്ത നോക്കാം. ഇതാ തന്നിട്ടുള്ളത് ഏതാണ്? ഐഡന്റിഫൈ ദ സെൽ. തന്നിരിക്കുന്ന കോശം ഏതാണെന്ന് കണ്ടെത്തണം. ഇൻ വിച്ച് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഡസ് ഇറ്റ് ഫോം. ഇത് എവിടെയാണ് ഉണ്ടാക്കപ്പെടുന്നതെന്ന് എഴുതണം. ആൻഡ് temperature is a factor that influence formation of the cell. How is it maintained? ഇവിടെ താപം ഇതിന് പ്രത്യേക ഈ കോശങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു കറക്റ്റ് താപനില വേണം. അതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ചോദ്യമുള്ളത്. അപ്പൊ ഏതാണ്? കോശം കണ്ട മനസ്സിലായി നമ്മൾ അവസാനത്തെ പാഠത്തിൽ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഏതാണ്? നമ്മുടെ സ്പേം അല്ലെ, പുരുഷന്മാരിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ മെന്നിൽ ഉണ്ടാവുന്ന റീപ്രൊഡക്റ്റീവ് സെൽ, അവരുടെ മെയിൽ ഗമീറ്റ് നമ്മൾ പറയുന്നതാണ് നമ്മുടെ സ്പേം അല്ലെങ്കിൽ പുംബീജം എന്ന് പറയുന്നത്. അപ്പൊ ആ കോശം കണ്ടാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഇത് എവിടെ ഉണ്ടാവുന്നത്? നമ്മുടെ ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങളിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ടെസ്റ്റിസ് ഉണ്ട്. ആ ടെസ്റ്റിസിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. വൃഷണങ്ങളിൽ വെച്ചിട്ടാണ് പുംബീജങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? താപം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. Temperature less than body temperature is favorable for the formation of sperm. The scrotal sac helps to maintain this temperature. നമ്മൾ അതിന്റെ വിവിധ ഭാഗങ്ങൾ പഠിക്കുന്നതാണ് സ്ക്രോട്ടൽ സാക് അല്ലെ, സ്ക്രോട്ടം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35-36 ഡിഗ്രി സെൽഷ്യസ്, 32 ഒക്കെ വരും. അതിന്റെ താഴെ വരണം, എന്നാൽ മാത്രമേ സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കൂ അല്ലെങ്കിൽ പുംബീജങ്ങൾ ഉണ്ടാക്കപ്പെടുകയുള്ളൂ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി, ബോഡിയിൽ നിന്ന് വ്യത്യാസത്തിലാണ് അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പുംബീജങ്ങളുടെ ഉൽപാദനത്തിന് ശരീര താപനിലയേക്കാൾ കുറഞ്ഞ താപനില വേണം. അതുകൊണ്ട് താപനില നിലനിർത്താൻ സഹായിക്കുന്നത് വൃഷണങ്ങളാണ് അല്ലെ. അപ്പൊ സ്ക്രോട്ടൽ സാക്ക് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ടെസ്റ്റിസ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നിന്നും കുറച്ചുകൂടി ബിലോ ആയിട്ട് ടെസ്റ്റിസ് പുരുഷന്മാരിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ക്ലിയർ ആയോ മക്കളെ? ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചപ്പോൾ തന്നെ 10 മാർക്ക് ഷുവർ ആയിട്ട് നേടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ ബാക്കി ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും അതുപോലെ കോൺസെപ്റ്റും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ വരുന്നുണ്ട്. ഇടി സാറും ഞാനിപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? വൈകുന്നേരത്തെ ലൈവിൽ ഷുവർ ആയിട്ടും വരണം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പൊ എല്ലാവരും മറക്കാതെ ലൈവൊക്കെ കണ്ട് അടിപൊളിയായിട്ട് എക്സാമിന് സെറ്റ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.